ഹായ് നമസ്കാരം, മ്യൂസിക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡ് പിയാനോ കോഴ്സ് എന്ന ബുക്കിൽ നിന്നും 7ാമത്തെ ലെസൺ ലിപ്പിംഗ് ലൂത കങ്കാരു എന്ന ലെസനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിന് മുമ്പുള്ള പഠിച്ചിട്ടുള്ള ലെസണിലേക്ക് 2-4 3-4 എന്നുള്ള താളത്തിലാണ് പഠിച്ചിട്ടുള്ളത്. ഈ ലെസൺ നമ്മൾ 4-4 എന്നുള്ള താളത്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ട്യൂട്ടോറിയൽ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. പിന്നെ നമ്മളിതിനകത്ത് മെട്രോണം എന്നുള്ള ആപ്പ് യൂസ് ചെയ്യുന്ന മെത്തേഡ് കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ, തുടക്കത്തിലുള്ള വീഡിയോയിലൊക്കെ നമ്മളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യുക, താളം സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇതിനകത്തും 4-4 എന്നുള്ള താളം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെയും പ്ലേ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ ടൈം കളയുന്നില്ല, നേരെ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഈ ബുക്കിൽ 7ാമത്തെ ലെസനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ 7ാമത്തെ ലെസണിലെ ഒരു കുറച്ച് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയതായിട്ടൊരു ഫിംഗർ, കാരണം ഇത്രയും നാൾ നമ്മൾ 3 ഫിംഗർ വരുന്ന നോട്ടുകൾ വരയ്ക്കാണ്. റൈറ്റ് ഹാൻഡിൽ 3 ഫിംഗർ, ലെഫ്റ്റ് ഹാൻഡിൽ 3 ഫിംഗർ വരുന്ന നോട്ടുകളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ 4th ഫിംഗർ, റൈറ്റ് ഹാൻഡിൽ 4th ഫിംഗർ, ലെഫ്റ്റ് ഹാൻഡിൽ 4th ഫിംഗർ വരുന്ന നോട്ടുകൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു താളവും കൂടെ അതേപോലെ വ്യത്യാസമുണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് 2-4 എന്നുള്ള താളമാണ്. രണ്ടാമത് നമ്മൾ പിന്നെ പഠിച്ചത് 3-4 എന്നുള്ള താളത്തിലാണ് പഠിച്ചത്. ഇവിടെ വരുമ്പോൾ 4-4, അതായത് 4/4 എന്നൊക്കെ പറയുന്ന പോലെ 4-4 താളത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 2-4 എങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്തത്? 1 2 1 2 1 2. അപ്പോൾ ഈ 1 2 ആണ് ഒരു ബാറായിട്ട് നമ്മൾ കൗണ്ട് ചെയ്തത്, അല്ലേ? അടുത്ത 3-4 നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്തത്? 1 2 3 1 2 3. ഈ സ്റ്റൈലാണ് കൗണ്ട് ചെയ്തത്. അപ്പോൾ 1 2 3 ഒരു ബാർ, അടുത്ത 1 2 3 അടുത്ത ബാർ. ഇങ്ങനെയാണ് നമ്മൾ 3-4 പഠിച്ചത്. അപ്പോൾ 4/4 അല്ലെങ്കിൽ 4-4 എന്നുള്ള താളം നമ്മൾ പറയുമ്പോൾ 1 2 3 4 1 2 3 4. ഈ സ്റ്റൈലാണ് ഇതിൻ്റെ താളം വരുന്നത്. അപ്പോൾ ഈ സ്പീഡ് നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് സ്ലോവിൽ പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെയും പ്ലേ ചെയ്യാം. 1 2 3 4 1 2 3 4. ഈ സ്റ്റൈലും ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടി വായിക്കണമെങ്കിലോ 1 2 3 4 1 2 3 4. ഇത് ശരിക്കും ക്രമത്തിൽ വരണം എന്ന് മാത്രം. ഈ താളം ഇടുന്നത് ക്രമത്തിൽ വരണം. അപ്പോൾ നിങ്ങൾക്ക് ക്രമത്തിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ഇതിന് മുമ്പുള്ള ക്ലാസ്സിലൊക്കെ മെട്രോണോ നമ്മൾ ആപ്പിൽ ഓൺ ചെയ്തിട്ട് എങ്ങനെയാണ് മെട്രോണോ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നോക്കിയിട്ട് അതുപോലെ തന്നെ ഇതുപോലെ ടൈം സിഗ്നേച്ചർ നമ്മൾ മാറ്റിയിട്ട്, താളമൊക്കെ നമ്മൾ മാറ്റിയിട്ട് 4/4 ആക്കിയിട്ട് നിങ്ങൾക്ക് സ്പീഡ് കുറച്ചും കൂട്ടിയിട്ടൊക്കെ ഇതുപോലെ താളം ഇട്ടിട്ടും അതുപോലെ അതിൻ്റെ കൂടെ പ്ലേ ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയുടെ അകത്തും ഈ മെട്രോണം വെച്ച് യൂസ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് വരികയാണെന്ന് പറയുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇനിയുള്ള വീഡിയോയിൽ അതുകൂടെ ഞാൻ കാണിച്ചേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ വെച്ചിട്ട് കാണിച്ചത് വെച്ചിട്ടൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതിന് ആദ്യം തന്നെ ഇതിൻ്റെ മുകളിൽ നോട്ടുകൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നോട്ടിനകത്ത് ലെഫ്റ്റ് ഹാൻഡ് നോട്ട്, ആദ്യം കാണുന്ന ലെഫ്റ്റ് ഹാൻഡ് നോട്ടും പിന്നെ റൈറ്റ് ഹാൻഡ് നോട്ടും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് നോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ 5 ലൈൻസിൽ, സ്റ്റാഫ് ലൈൻസിൽ വന്നിരിക്കുന്നത് F ക്ലഫാണ്. റൈറ്റ് ഹാൻഡ് നോട്ടിൽ വരുന്നത് G ക്ലഫാണ്, അല്ലേ? ആദ്യം ലെഫ്റ്റ് ഹാൻഡ് നോട്ടാണ് കാണിച്ചിരിക്കുന്നത്, പിന്നെ റൈറ്റ് ഹാൻഡ് നോട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ന്യൂ നോട്ട് വേണ്ട മുകളിൽ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഇവിടെ ന്യൂ നോട്ട് ലെഫ്റ്റ് ഹാൻഡിൽ വരുമ്പോൾ C, തമ്പ്, നമ്മൾ സിയിൽ മിഡിൽ സിയിൽ തമ്പ് വയ്ക്കുന്നു. സെക്കൻഡ് B A. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരയ്ക്ക് വായിച്ചത്. ഇനി നമ്മൾ ന്യൂ നോട്ട് എന്നുള്ളത് ഈ 4th ഫിംഗർ G ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ C B A G ഇതാണ് ന്യൂ നോട്ട്. റൈറ്റ് ഹാൻഡിൽ വരുമ്പോൾ അതേപോലെ തന്നെ മിഡിൽ സിയിൽ തമ്പ് വയ്ക്കുന്നു. സെക്കൻഡ് ഫിംഗർ D, തേർഡ് ഫിംഗർ E. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരയ്ക്കും പഠിച്ചത്. E വരയ്ക്കാണ്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് F, 4th ഫിംഗർ F ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഓരോ നോട്ടുകളായിട്ട് ആദ്യം ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് ലെസണിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ലെഫ്റ്റ് ഹാൻഡിൽ വരുന്ന നോട്ട് ഇവിടെ കാണിക്കാം. ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, 4th ഫിംഗർ. ഇതാണ് ന്യൂ നോട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് തേർഡ് ഫിംഗർ വരയ്ക്കാൻ പഠിച്ചത്. ഇതിൽ വരുന്നത് 4th ഫിംഗറുള്ള നോട്ടാണ്. ഇനി റൈറ്റ് ഹാൻഡ്, ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, 4th ഫിംഗർ. ഇതാണ് നമ്മൾ 4th ഫിംഗർ വരുന്ന നോട്ട് ന്യൂ നോട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ പഠിക്കുന്ന ഈ ലെസണിൽ 4/4 എന്നുള്ള താളത്തിലാണ്. അപ്പോൾ ഒരു ബാറിനകത്ത് എങ്ങനെ കൗണ്ട് ചെയ്താലും 4 ബീറ്റ് വരണം. അപ്പോൾ ഇവിടെ നോട്ട് കൊടുത്തത് നിങ്ങൾ നോക്കുക. ഫസ്റ്റത്തെ ബാറിനകത്ത് 4 ക്വാർട്ടർ നോട്ടാണ് ഉള്ളത്. അപ്പോൾ ശരിക്കും C D E F ഇങ്ങനെയാണ് 4 നോട്ട് വരുന്നത്. നെക്സ്റ്റ് ബാറിൽ E എന്നുള്ള നോട്ട്
ഹോൾ നോട്ടാണ് കിടക്കുന്നത്. ഈ എന്നുള്ള 4 നോട്ട് കൊടുത്തപാടെ നമ്മൾ ഈ ഇത്രയും സൗണ്ട് ലെങ്ത്ത് നമ്മൾ ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഇത് പിയാനോ സൗണ്ട് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ അത്രയും ലെങ്ത്ത് നിൽക്കണം എന്നില്ല. പക്ഷെ നമ്മൾ എന്തായാലും ആ ലെങ്ത്ത് സൗണ്ട് നിന്നിലേക്ക് കൂടെ നമ്മൾ ഹോൾഡ് ചെയ്യണം. അത് ശരിക്കും 4 ബീറ്റ് വരയ്ക്കും നമ്മൾ ഹോൾഡ് ചെയ്യണം. ഇപ്പോൾ ശരിക്കും 2 ബാർ ജസ്റ്റ് ഒന്ന് വായിച്ച് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ബാർ ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്നവരെന്ത് ചെയ്യും, 1 2 3 4 1 2 3 4 ഇങ്ങനെ കൈയെടുത്തുകൊണ്ട് നമ്മൾ കൗണ്ട് ചെയ്യും. അതൊരു ശരിയായിട്ടുള്ളൊരു റൂട്ടല്ല. നമ്മൾ അത്രയും കൗണ്ട് ചെയ്യണം, അത്രയും ഹോൾഡ് ചെയ്ത് തന്നെ പഠിക്കുക. ശരിക്കും 1 2 3 4 1 2 3 4 ഇത്രയും നേരം നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ കൗണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ റൈറ്റ് ഹാൻഡിൽ വരുന്ന ആദ്യത്തെ നോട്ട് നമുക്ക് നോക്കാം. 2 ബാറിൽ റൈറ്റ് ഹാൻഡും അടുത്ത 3ഉം 4ാമത്തെ ബാർ ലെഫ്റ്റ് ഹാൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. റൈറ്റ് ഹാൻഡിൽ വരുന്നത് ജി ക്ലഫിൽ വരുന്ന, അതായത് ടോപ്പ് ലൈനിൽ വരുന്നതാണ് റൈറ്റ് ഹാൻഡും, താഴെ വരുന്ന ലെഫ്റ്റ് ഹാൻഡും. അപ്പോൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനാണ് ഒന്നുകൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പ്ലേ ചെയ്യാം. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് തനി എടുത്ത് പ്ലേ ചെയ്യാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അപ്പോൾ നമ്മളിത് ചേർത്ത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഹോൾഡ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ പ്ലേ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ലൈൻ നോക്കാം. അടുത്ത ലൈൻ ഇതേപോലെ തന്നെ ആദ്യം വരുന്ന 2 ബാർ ലെഫ്റ്റ് ഹാൻഡാണ്. അപ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എഫ് ക്ലഫിലാണ് വരുന്നത്. അപ്പോൾ അവിടെ വരുന്ന നോട്ട് സി ബി എ ജി എ ബി സി എന്നുള്ള നോട്ടാണ് 2 ബാറിൽ വരുന്നത്. അപ്പോൾ തനിയെ ഞാൻ എടുത്ത് വായിച്ച് കാണിച്ചു തരാം. ഇനി റൈറ്റ് ഹാൻഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ബാറിൽ വരുന്നത് 4ഉം ക്വാർട്ടർ നോട്ടാണ്. 2ാമത്തെ ബാറിൽ വരുന്നത് ഫസ്റ്റത്തെ 2 നോട്ട് ക്വാർട്ടർ നോട്ടും, 3ാമത്തെ നോട്ട് സി എന്ന് വരുന്ന നോട്ട്, തമ്പുവയ്ക്കുന്ന സി വന്നിട്ട് 2 ബീറ്റ് ലെങ്ത് ആണ്. നമ്മൾ ഹാഫ് നോട്ട് എന്നൊക്കെ പറഞ്ഞ് 2 ബീറ്റ് ശരിക്കും. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്ത് വായിക്കണമെങ്കിൽ 1 2 3 4 1 2 3 4. ഇനി റൈറ്റ് ഹാൻഡ് 1 2 3 4 1 2 3 4. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആ ലെസൺ കംപ്ലീറ്റ് നിർത്താതെ ഒന്ന് പ്ലേ ചെയ്യാം. ഇത് 2 സ്റ്റൈൽ, ആദ്യം സ്ലോവിൽ പിന്നെ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടും വായിച്ച് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ പ്ലേ ചെയ്യണത് 1 2 3 4 ഈ സ്പീഡിലാണ്. കൈ രണ്ടും അടുത്ത് തന്നെ ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ വരുമ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സി കഴിഞ്ഞിട്ട് സെക്കൻഡ് ബാർ കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റ് ഹാൻഡ് സി ആണ് വായിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അത് ലെഫ്റ്റ് കൊണ്ട് തന്നെ നമ്മൾ പ്ലേ ചെയ്യരുത്. മുകളിൽ വരുന്ന ലെസൺ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്തില്ല, എങ്ങനെ കൊടുത്തിട്ടുണ്ടോ അതുപോലെ പ്രാക്ടീസ് ചെയ്യാം. ഇനി നമ്മൾ ഇത്തിരി അല്പം കൂടി സ്പീഡ് കൂട്ടുന്നു. 1 2 3 4 1 2 3 4 ഈ സ്പീഡിൽ വായിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇപ്പോൾ ടൈമിംഗ് കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ മെട്രോണം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ നിങ്ങൾ മെട്രോണം ഇട്ടിട്ടും താളോട്ട് പഠിച്ചിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്ത് വായിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് 4th ഫിംഗർ വരയ്ക്കുള്ള നോട്ട്, അപ്പോൾ നമ്മൾ വെറുതെ വായിച്ചാൽ മാത്രം, എൻ്റെ ഫിംഗർ നോക്കി വായിച്ചാൽ മാത്രം പോരാ, ഈ നോട്ടുകളൊക്കെ നിൽക്കുന്ന പൊസിഷൻ നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ ഓരോ ഫിംഗറായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് ഫിംഗറിൽ ഏത് നോട്ട് വരുന്നു എന്നുള്ളതും കൂടെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ കീബോർഡിൽ മാത്രമല്ല ലെസണിൽ കാണുമ്പോഴും നമുക്കത് മനസ്സിലാവണം. അപ്പോൾ നമ്മൾ CDEF വരയ്ക്കുള്ള 4 നോട്ടാണ് റൈറ്റ് ഹാൻഡിൽ. അത് നമ്മൾ ഫിംഗർ വയ്ക്കുമ്പോഴും നമുക്ക് മനസ്സിലാവണം, അതുപോലെ നോട്ടിനകത്ത് കാണുമ്പോഴും, ഇതിനോട് നമ്മൾ പേപ്പറിൽ കാണുമ്പോഴും നമുക്കത് മനസ്സിലാവണം, നോട്ടിനകത്ത് കാണുമ്പോഴും മനസ്സിലാവണം. അതുപോലെ ലെഫ്റ്റ് ഹാൻഡിൽ വയ്ക്കുമ്പോൾ നമ്മൾ CBAG വരയ്ക്കും 4 നോട്ട്. ഇത് നമ്മൾ പറഞ്ഞ പോലെ ലെഫ്റ്റ് ഹാൻഡിൽ നമുക്ക് മനസ്സിലാവണം, അതുപോലെ നോട്ടിൽ കാണുമ്പോഴും എഫ് ക്ലഫിൽ വരുന്ന നോട്ടിൽ കാണുമ്പോഴും ഇത് G ആണ്, A ആണ്, B ആണ് നമ്മൾ തരംതിരിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം.
കേട്ടോ. അപ്പോൾ അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ 2 ബീറ്റ് നിൽക്കുന്ന 2 ബീറ്റ് വയ്ക്കുക, 4 ബീറ്റ് ലെങ്ത് നിൽക്കുന്ന 4 ബീറ്റ് തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ട് അമർത്തി പിടിച്ചാൽ 4 ബീറ്റ് വരയ്ക്കും ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ വായിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ്സാണ്. നിങ്ങൾക്ക് ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ക്ലാസ് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമയോടുകൂടി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്, ഇത് കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള ലെസനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പുതിയൊരു വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.